സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ അയ്യപ്പദാസ്. സാർ, ഈ സാമ്പത്തിക വർഷം, അതായത് 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ കയറ്റുമതി രംഗത്ത് ഏതാണ്ട് $1 ട്രില്യൺ ആകാനായി ശ്രമിക്കുന്നു എന്നൊരു വാർത്തയുണ്ട്. അതായത് ഈ കയറ്റുമതി രംഗത്ത് ഇത്തരത്തിൽ അത് ഈ പറയുന്ന ഡോളർ കണക്കെന്ന് പറയുന്ന ഒരു വലിയ കണക്കാണ്. അപ്പോൾ ഈ ഇങ്ങനെ കയറ്റുമതി രംഗത്ത് ഇന്ത്യക്ക് ഈ ലക്ഷ്യം നേടാൻ ഈ വർഷം കഴിയുമോ? കയറ്റുമതി രംഗത്ത് ഇന്ത്യക്കുണ്ടായിട്ടുള്ള ആ നേട്ടത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? നമ്മുടെ വാർഷിക കയറ്റുമതി $1 ട്രില്യൺ എന്ന നിലയിലേക്ക് ഉയർത്താനുള്ള ഒരു ഭഗീരഥ പ്രയത്നത്തിലാണ് ഇപ്പോ നമ്മുടെ രാജ്യം. ഇത് ഒരു ട്രില്യൺ മൂല്യമുള്ള മർച്ചൻഡൈസ് എന്ന് പറയുന്ന, അതായത് നിർമ്മിത ഉൽപ്പന്നങ്ങളും അതുപോലെ സേവനങ്ങളും രണ്ടിന്റെയും കൂടെ കയറ്റുമതിയുടെ മൂല്യമാണ് ഈ പറഞ്ഞ $1 ട്രില്യൺ. അത് അത്രയ്ക്കുള്ള കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ലോകത്തിൽ വളരെ കുറവാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ചൈനയാണ്. ചൈനയുടെ വാർഷിക കയറ്റുമതി, അത് മർച്ചൻഡൈസ്, ഗുഡ്സ് പ്ലസ് സർവീസസ് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു വർഷം $3.5 ട്രില്യൺ ആണ്. അതാണ് അവരുടെ കയറ്റുമതി. വലിയ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്, ലോകത്തിന്റെ ഫാക്ടറിയാണ് ചൈന. രണ്ടാം സ്ഥാനം അമേരിക്കയ്ക്കാണ്, 2 ട്രില്യൺ. നോക്കണം, ചൈനക്കാ 1.5 ട്രില്യൺ പിറകിലാണ്. ഏതാണ്ട് പകുതിയേ ഉള്ളൂ ചൈന കയറ്റുമതി ചെയ്യുന്നതിന്റെ. മൂന്നാമത്തെ രാജ്യം ജർമ്മനിയാണ്. അവര് അമേരിക്കയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. 1.9 ട്രില്യൺ അമേരിക്കൻ ഡോളറിന്റെ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ അവർ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ 3 രാജ്യങ്ങൾക്ക് മാത്രമേ $1 ട്രില്യണോ അതിലധികമോ ഡോളറിന്റെ കയറ്റുമതി എന്ന് പറയുമ്പോൾ അതൊരു വളരെ പ്രത്യേകതയുള്ള ഗ്രൂപ്പാണ്. ഇന്ത്യയും ആ ഗ്രൂപ്പിലേക്ക് കടന്നു കയറാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ കടന്നു കയറാൻ ആർക്കും ആഗ്രഹിക്കാമല്ലോ. പക്ഷെ ആഗ്രഹിക്കുന്നത് നടക്കൂ എന്ന് ഒരു ചോദ്യം ഉണ്ടാകും. എന്ത് വേണമെങ്കിലും സ്വപ്നം കാണാം, പക്ഷെ അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടോ എന്നുള്ള വളരെ വ്യക്തമായ മറുപടിയാണ് അതിനുള്ളത്. ഈ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ കയറ്റുമതി $863 ബില്യൺ മൂല്യമായി. 1000 ബില്യനാണ് $1 ട്രില്യൺ. അതായത് ഇനി എത്രയാണ്, ഒരു 863 ഒരു 137 ബില്യൺ ഡോളറിന്റെ ഇവിടെ കയറ്റുമതി നമ്മൾ നടത്തിയാൽ നമ്മൾ $1 ട്രില്യൺ ക്ലബിൽ. ഈ 137 ബില്യണിന്റെ കയറ്റുമതി എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അപ്പോ നമുക്ക് ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ടോ? ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ എന്തൊക്കെയാണ്? കഴിഞ്ഞ വർഷം, ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞത് 26-27 ആണ്. ഇപ്പോ ഈ സാമ്പത്തിക വർഷമാണ് ഇപ്പോഴുള്ളത്. സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് 2026 ഏപ്രിൽ 1 തൊട്ട് തുടങ്ങി. അത് 2027 മാർച്ച് 31 അവസാനിക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷമാണ് ഞാൻ 2025-26 863 ബില്യൺ ഉണ്ടായി. അതൊന്ന് അതിന്റെ ഒരു സ്പ്ലിറ്റ് കൂടെ ഞാൻ പറയാം. അതായത് 860 കഴിഞ്ഞ വർഷത്തെ കയറ്റുമതിയിൽ 863 ബില്യന്റെ കയറ്റുമതിയിൽ 442 ബില്യൺ എന്ന് പറയുന്നത് മർച്ചൻഡൈസ് എന്ന് പറയും. അതായത് നിർമ്മിത വസ്തുക്കളാണ്. അത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുണ്ട്, അതിലെ ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഗുഡ്സ് ഉണ്ട്, പിന്നെ ജെംസ് ആൻഡ് ജ്വല്ലറി ഉണ്ട്, അതല്ലെങ്കിൽ ഗാർമെന്റ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അതാണ്. ഇനി സർവീസസ് എന്ന് പറഞ്ഞ മറ്റൊരു വിഭാഗമുണ്ട്. അത് സേവനങ്ങൾ, സോഫ്റ്റ്വെയർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്, കമ്മ്യൂണിക്കേഷന്റെ. അതിന്റെ മൊത്തം മൂല്യം 421 ബില്യനാണ്. അപ്പോ ഞാനീ പറയുന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് നല്ല വളർച്ചാ നിരക്ക് വേണം. ആ വളർച്ചാ നിരക്ക് നമ്മൾ അച്ചീവ്, അതായത് സർക്കാർ പുറത്തുവിട്ട കണക്കനുസരിച്ച് മാനുഫാക്ചറിങ് രംഗത്ത്
ഒരു 16-17% വളർച്ചയും, സർവീസസ് സെക്ടറിൽ ഒരു 10-11% വളർച്ചയും നമ്മൾക്ക് നേടിയെടുക്കാമെങ്കിൽ നമുക്ക് ഈ 1000 ബില്യൺ അഥവാ 1 ട്രില്യൺ എന്ന ലക്ഷ്യം നേടിയെടുക്കാം. ഈ വർഷം ഏപ്രിൽ 1 മുതൽ ഇപ്പൊ ജൂൺ വരെയുള്ള കഴിഞ്ഞു, ഇപ്പൊ ജൂലൈ ആണ്. അപ്പൊ ഈ മാസങ്ങളിൽ മർച്ചൻഡൈസ് ഗുഡ്, അതായത് മാനുഫാക്ചറിംഗ് രംഗത്ത് 15% വളർച്ചയുണ്ട്. ലക്ഷ്യമിട്ടിരുന്നത് 16% ആണ്. 1% വളർച്ച ഉണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം അത് നിലനിർത്താൻ പറ്റിയാൽ നമ്മൾക്ക് വിജയിക്കാം. അതുപോലെ സേവന മേഖലയിൽ, അതായത് സർവീസ് സെക്ടറിൽ ഈ 4 മാസം 11% വളർച്ച ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് നിലനിർത്തിയാൽ നമ്മൾ ഈ പറയുന്ന 1 ട്രില്യൺ കയറ്റുമതി എന്ന ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ലക്ഷ്യം യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെയാണ്, അത് നേടിയെടുക്കാമെന്ന ലക്ഷ്യമാണ്. തീർച്ചയായിട്ടും ആ ലക്ഷ്യം നമ്മൾ നേടിയെടുത്താൽ നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകാൻ പറ്റും. നമ്മുടെ രാജ്യം പല മേഖലകളിലും വലിയ കുതിപ്പാണ് ഇപ്പോൾ നടത്തുന്നത്. ഉദാഹരണത്തിന് ഇലക്ട്രോണിക്സ് വ്യവസായം. അപ്പൊ അമേരിക്കയിൽ വിൽക്കുന്ന ഓരോ സ്മാർട്ട് ഫോണിൽ മൂന്ന് സ്മാർട്ട് ഫോൺ വിൽക്കുമ്പോൾ അതിൽ ഒരെണ്ണം ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. ആപ്പിള് ചൈന കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ഔട്ട്സോഴ്സിംഗ് കേന്ദ്രമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കും. പല സാംസങ് ഉൾപ്പെടെയുള്ള പല മൊബൈൽ ബ്രാൻഡുകളും അവർ ഇന്ത്യയിൽ നിന്നാണ് ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നത്. അപ്പോ ഇലക്ട്രോണിക് മേഖലയുടെ മറ്റു കാര്യങ്ങളിലും മറ്റു മേഖലകളിലും സ്മാർട്ട് ഫോൺ മാത്രമല്ല മറ്റു ഏരിയകളിലും നമ്മൾ വലിയ മുന്നേറ്റവും നിക്ഷേപവും നടത്തുന്നു. ഇപ്പൊ നമ്മൾ ഈ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ ഒരു മേഖലയിൽ വലിയ നിക്ഷേപമാണ് നടത്തിയത്. ഇന്ത്യയുടെ ആദ്യത്തെ വലിയ വൻതോതിലുള്ള സെമി കണ്ടക്ടർ ഉൽപാദനം ഗുജറാത്തിൽ, അതായത് TSMC, ടാറ്റ, അവർ രണ്ടുപേരും കൂടിയുള്ള ഒരു സംയുക്ത സംരംഭത്തിൽ നിന്ന് ഉൽപാദനം ഈ വർഷം അവസാനം തുടങ്ങും. ഇലക്ട്രോണിക് ചിപ്പുകളുടെ, സെമി കണ്ടക്ടർ ചിപ്പുകളുടെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുകയാണ്. അതിന്റെ കയറ്റുമതി മേഖലയിലേക്ക് പോലും നമുക്ക് ഉടനെ കടക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ടാറ്റയും പ്രമുഖ തൈവാൻ കമ്പനിയായ TSMCയും കൂടി ഉള്ള സംയുക്ത സംരംഭം, അത് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ അടുത്ത് മുടക്കിയിട്ടാണ് ഗുജറാത്തിൽ തുടങ്ങിയിരിക്കുന്നത്. അവരുടെ ഉൽപാദനം ഈ വർഷം ഒടുവിൽ തുടങ്ങുകയാണ്, 2026 ഒടുവിൽ. അതുപോലെ തന്നെ ഈ ചിപ്പ് ഫൗണ്ടറി എന്ന് പറയുന്ന ചിപ്പ് മാനുഫാക്ചറിംഗ് മാത്രമല്ല, അതിന്റെ ടെസ്റ്റിംഗ് ആൻഡ് പാക്കേജിങ്, ഡിസൈനിങ് തുടങ്ങി എല്ലാ മേഖലകളിലും ഇന്ത്യ വലിയ മുന്നേറ്റം നടത്തുകയാണ്. അതിന്റെ അർത്ഥം ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥ ഇന്ത്യയിൽ രൂപപ്പെടുകയാണെന്നുള്ളതാണ്. ഇനി ഞാൻ പറയാൻ വിട്ടുപോയ ഒരു മേഖലയാണ് ഈ പെട്രോളിയത്തിൽ നിന്നും, അതായത് ക്രൂഡ് ഓയിൽ നിന്നും വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. ക്രൂഡ് ഓയിലിൽ നിന്നും വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ നമ്മൾ അത്ഭുതപ്പെടും. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉൽപാദകരുടെ ലിസ്റ്റിലൊന്നും ഇന്ത്യയില്ല. ഇന്ത്യ മൊത്തം ആവശ്യത്തിൽ ഉള്ള ഒരു 83% ഇറക്കുമതി ചെയ്യുകയാണ്. പക്ഷേ ഈ വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങൾ, അതായത് ഡീസല്, പെട്രോള്, ഏവിയേഷൻ ഫ്യൂവല്, അങ്ങനെയൊക്കെയുള്ള എല്ലാത്തരം വാല്യൂ ആഡഡ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ ആ വിൽക്കുന്ന ലോകത്തിലെ പ്രമുഖ 5 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ റഷ്യ ഇന്ത്യയിൽ നിന്നും പെട്രോളും ഡീസലും വാങ്ങാനായിട്ട് ഉള്ള കരാറ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അറിയാമല്ലോ, നമ്മൾ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങും, പക്ഷെ തിരിച്ച് ഡീസലും പെട്രോളും ഇവിടുത്തെ റിഫൈനറികളിൽ ഉണ്ടാക്കിയിട്ട് അവർക്ക് തിരിച്ചു വിൽക്കും. അപ്പോ അത് വേറൊരു മേഖല. ഇപ്പൊ ഇന്ത്യ കുതിച്ച് ചാടുന്ന ഒരുപാട് മേഖലകൾ ഇതുപോലെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഡിമാൻഡുണ്ട്. മറ്റൊരു മേഖല ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. ലോകത്തിലെ ജനറിക് മരുന്ന് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. വാക്സിനുകളുടെ കാര്യത്തിൽ അമേരിക്ക പോലും ഇന്ത്യയായിട്ടാണ് സഹകരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ചെലവ് കുറഞ്ഞ മരുന്നുള്ളതുകൊണ്ടാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലപ്പോഴും പകർച്ചവ്യാധികൾ ഉണ്ടാകാത്തത്. അമേരിക്കയുടെ മരുന്ന് വാങ്ങി രോഗം മാറ്റുന്നത് എളുപ്പമല്ല. അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാർ പോലും ചികിത്സയ്ക്കായിട്ട് ഇന്ത്യയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. കാരണം അവിടുത്തെ മരുന്നുകളുടെ വില, ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു വനിത പോസ്റ്റ് ഇട്ടിരുന്നു. ലിസ് എന്നാണ് അവരുടെ പേര്. അവർ പറയുന്നത് ക്യാൻസറിനുള്ള ഒരു ഗുളിക, ആ ഗുളികയുടെ വില ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ അമേരിക്കയിൽ 85,000 രൂപയാണ്. പക്ഷെ ഇന്ത്യയിൽ അതേ ഗുളികക്ക് പല ബ്രാൻഡുകളുണ്ട്, അത് 30 തൊട്ട്
300 രൂപ പരമാവധി. ആ വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കി. ഏറ്റവും വില കൂടിയ മരുന്ന് ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചാൽ തന്നെ 300 രൂപയാവും. അമേരിക്കയിൽ ചെന്നാൽ അത്തരം ഒരു ഗുളിക വാങ്ങണമെങ്കിൽ 85,000 രൂപയാണ്. അത് എത്ര ഇരട്ടിയാണ്? 100 ഇരട്ടിയല്ല, 200 ഇരട്ടിയിലധികമാണ്. അപ്പൊ ഇതാണ് ഇന്ത്യയുടെ ഒരു മാനുഫാക്ചറിങ് ക്യാപ്പബിലിറ്റി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സംശയിക്കണ്ട, നമുക്ക് തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. സർക്കാരിലെ ചുവപ്പ് നാടകളും അതുപോലെ ഈ ബ്യൂറോക്രസി ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ നീക്കിയാൽ ഇന്ത്യയിൽ വീണ്ടും വ്യവസായം വലിയ രീതിയിൽ വളരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും വേണ്ട. അപ്പോ അങ്ങനെ പറയുമ്പോൾ ഈ കയറ്റുമതി കൂടാൻ, അതെ സർ പറഞ്ഞു. അല്ല, അങ്ങനെ പറയുമ്പോൾ ഈ കയറ്റുമതി ഉൽപ്പന്നങ്ങൾ, നമ്മുടെ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. അതായത് $1 ട്രില്യൺ വില വരുന്ന ഉൽപ്പന്നങ്ങൾ. സാർ ഞാനൊന്ന് ഇടപെടുകയാണ്. സാർ ഈ പറഞ്ഞ മരുന്നിന്റെ കാര്യം, ഇൻസ്റ്റാഗ്രാമിൽ വന്ന ആ പോസ്റ്റ്, അത് വളരെ സത്യമായ കാര്യമാണ്. കാര്യം ഇരട്ടി വില കൊടുത്താണ് മരുന്ന് വാങ്ങേണ്ടി വരുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെ സാറ് പറഞ്ഞ ആ കാര്യം വളരെ കറക്റ്റാണ്. തീർച്ചയായിട്ടും അമേരിക്കയിലെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ പോയിട്ട് ചികിത്സ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇൻഷുറൻസ് ഉണ്ടാവണം. ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാൾക്ക് രോഗം വന്നാൽ ആള് മരിക്കുമെന്നുള്ളത് 100 അല്ല 101% ഉറപ്പാണ്. അപ്പോ പിന്നെ ഒരു മേഖലയുടെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഇപ്പൊ ഏറ്റവും അധികം വേഗത്തിൽ ഉൽപാദനം കുതിച്ചുചാടുന്ന ഒരു മേഖലയാണ് ഈ പ്രതിരോധ വ്യവസായം. ഈ വർഷം 38,400 കോടി രൂപയുടെ പ്രതിരോധ മേഖലയുടെ കയറ്റുമതി. അതായത് ആയുധങ്ങള്, അമ്മ്യൂണിഷൻ, പടക്കോപ്പുകൾ, ഇതെല്ലാം സഹിതം. ഈ വരാൻ പോകുന്ന, അതായത് ഈ നിലവിലുള്ള സാമ്പത്തിക വർഷം അത് 50,000 കോടി രൂപ ആയിട്ട് വർദ്ധിക്കും. 50,000 കോടി രൂപയിൽ അധികമായിട്ട് വർദ്ധിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ ബ്രഹ്മോസ് മിസൈലൊക്കെ കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ മതി, അത് വാങ്ങിക്കാൻ ക്യൂ ആണ്. ലിസ്റ്റില് ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം, അങ്ങനെ അല്ല. ഇസ്രായേല് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധവും പടക്കോപ്പുകളും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നാണ്. അപ്പോ ഈ നമ്മുടെ പല മേഖലകളിലും ഒരു വലിയ കുതിച്ചുചാട്ടം തയ്യാറെടുത്തിരിക്കുകയാണ്. എന്തായാലും ഈ ലക്ഷ്യം ഈ വർഷം ഇന്ത്യക്ക് യാതൊരു സംശയമില്ല. സാർ ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളിതിൽ പറയാതെ പോയതാണോ ഈ സമുദ്ര ഉൽപ്പന്നങ്ങൾ, നമ്മുടെ ഇവിടുത്തെ ഫിഷ്, നമ്മുടെ പിന്നെ അതായത് മത്സ്യം, നമ്മുടെ ഈ കയറ്, നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾ, ഇതെല്ലാം കയറ്റുമതിയിൽ പെടുന്നതല്ലേ? ഞാൻ ചോദിക്കുകയാണ്. സാർ പറഞ്ഞു പോയതിൽ അത് അല്ലല്ല, ഞാൻ അത് പറയാതിരുന്നത് മുഖ്യ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഞാൻ സ്പർശിച്ചിട്ടുള്ളൂ. നിരവധി ഐറ്റം ഉണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളും സമുദ്ര ഉൽപ്പന്നങ്ങളും ഒക്കെ നമുക്കൊരു ഈ പറയുന്ന റേഞ്ചിലൊന്നുമുള്ള കയറ്റുമതി ഇല്ല. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ഞാനീ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം നമ്മൾ 863 ബില്യൺ, ആ 861 ബില്യൺ എന്ന് പറയുമ്പോൾ അതിന്റെ മുഖ്യ കോൺട്രിബ്യൂഷൻ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഒരുപാട് ഐറ്റം ഉണ്ട്. അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, ആ ഒരു ഗണത്തിൽപ്പെടുന്ന ഫിഷറീസ് പ്രോഡക്ട്സ്, പിന്നെ പരമ്പരാഗത വ്യവസായങ്ങളിലാണ് ഇപ്പോ അയ്യപ്പദാസ് പറഞ്ഞ കയറ്, അതുകൂടാതെ കശുവണ്ടി, അങ്ങനെ പിന്നെ സൈസർ എന്ന് പറഞ്ഞ ബംഗാളിലും ആസാമിൽ നിന്നും ഒക്കെ, ഒഡീഷയിൽ നിന്നും ഒക്കെ സൈസർ എന്ന് പറഞ്ഞ ഒരു പുല്ലുകൊണ്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ട്. പിന്നെ കൈത്തറി, അതുപോലെ കരകൗശല ഉൽപ്പന്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഈ ലിസ്റ്റിൽ വരുമ്പോൾ അത് വളരെ താഴെയാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ എക്സ്പോർട്ട് ബാസ്ക്കറ്റിലെ പ്രധാന ഐറ്റം ആണ്. അതെ. അപ്പൊ തീർച്ചയായിട്ടും ഈ പരമ്പരാഗത മേഖല ഉൾപ്പെടെയുള്ള ഒരു അണ്ണാൻകുഞ്ഞിനും തന്നാലായത് എന്നൊരു ചൊല്ലുണ്ട്. അവർക്കും ഇതിലൊരു പങ്കുണ്ട്. അത് ഞാൻ വിസ്മരിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ ഇതിന്റെ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു.